വാർത്തകൾ വിശദമായി. വായനാവാരത്തോടനുബന്ധിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല മലയാള സാഹിത്യ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രശ്നോത്തരിക്ക് മോജിത മോഹനൻ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 30ഓളം മത്സരാർത്ഥികളാണ് പ്രശ്നോത്തരിയിൽ മാറ്റുരച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറി സ്കൂളും UP വിഭാഗത്തിൽ നാട്ടിക സെൻട്രൽ UP സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കവി രാവുണ്ണി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. എന്ന് പറഞ്ഞ് ഇന്നത്തോടുകൂടി നമുക്ക് നമ്മുടെ വായന അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അങ്ങനല്ലേ? വായനാവാരം സമാപിച്ച് പിന്നീട് വായന നിങ്ങൾ വായന അവസാനിപ്പിക്കണോ? അല്ല, നമ്മൾ വായനയെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പങ്കുവെക്കുന്നതിന്റെ കേന്ദ്രീകൃതമായ 7 ദിവസമാണ് കഴിഞ്ഞുപോയത്. അത് നേരത്തെ പറഞ്ഞു അല്ലേ? അത് കേരളത്തിലെ മഹാനായ ഒരു വലിയ വ്യക്തിയുടെ ഓർമ്മയ്ക്കാണ് ഈ വായനാവാരം നമ്മൾ കൊണ്ടാടുന്നത് അല്ലേ? ആ വ്യക്തി ആരാണ്? P.N. പണിക്കരാണ് അല്ലേ? P.N. പണിക്കരുടെ ശരിക്കുള്ള പേരെന്താണ്? P.N. പണിക്കർ എന്ന് പറഞ്ഞാൽ P. നാരായണ പണിക്കർ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഉടമാളൂർ ജീവിച്ച മലയാളത്തിലെ മറ്റൊരു വളരെ പ്രമുഖയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായ പരിപാടിയിൽ പഞ്ചായത്ത് അംഗം C. ശങ്കരനാരായണൻ, പഞ്ചായത്ത് ലൈബ്രറിയൻ VV ബൈജു, TK പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. മോനിഷ M, പ്രണവ്യ KP, വിഭാഗം 2ാം സമ്മാനം. കേരള പ്രവാസി സംഘം മേഖലാ ഓഫീസ് ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ്. ആ ഘട്ടങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം, ഇങ്ങനെ വലിയ നേട്ടങ്ങൾ നമ്മുടെ നാടിനും സമൂഹത്തിനും നൽകുന്ന പ്രവാസികളോട് തികഞ്ഞ അനാദരവാണ് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്നത് എന്നത് ഒരു സത്യം മാത്രമാണ്. സ്വദേശീവൽക്കരണം കൊണ്ട് സൗദി അറേബ്യയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ആളുകൾ വൻതോതിൽ തിരിച്ചയക്കുമ്പോൾ നമ്മുടെ എംബസി ഒരു നോക്ക് കുത്തിയെ പോലെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ബ്രസീലിന്റെയും ഫിലിപ്പൈൻസിന്റെയും ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ഒക്കെ എംബസികൾ അവരവരുടെ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ എംബസി ആവട്ടെ ഒന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും പാവങ്ങൾ എംബസികളോട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തളിക്കുളം കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ഗീതാ ഗോപി MLA അധ്യക്ഷയായി. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി AC ആനന്ദൻ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK വിഷ്ണുദാസ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KR വിജയ, KR സീത, AM മജീദ് എന്നിവർ സംബന്ധിച്ചു. പ്രവാസി സംഘം തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് ദിനമണി സ്വാഗതവും അശോകൻ താണിയിൽ നന്ദിയും പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്തിലെ വെള്ളം കയറിയ സ്ഥലങ്ങൾ PA മാധവൻ MLA സന്ദർശിച്ചു. എറവ് ഉദയനഗർ ഭാഗത്ത് ചാലാടി പഴങ്കോൾ പാടശേഖരമാണ് നിറഞ്ഞു കവിഞ്ഞത്. ഇതേ തുടർന്ന് 17 വീടുകളിൽ വെള്ളം കയറി. ഇവിടുത്തെ താമസക്കാർ ഇതോടെ ബന്ധുവീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഇവർക്കായി എറവ് TFM സ്കൂളിൽ ക്യാമ്പ് തുറന്നു. അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും നടത്തി. ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് PA മാധവൻ MLA പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ജോസ്, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, വത്സല കാർത്തികേയൻ, CP പോൾ, KO ജോസ്, ജെൻസൺ ജെയിംസ്, വില്ലേജ് ഓഫീസർ വിജയകുമാരി എന്നിവർ MLAയോടൊപ്പമുണ്ടായിരുന്നു. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിത പ്രദേശങ്ങളും കിണറുകൾ താഴ്ന്നുപോയ സ്ഥലങ്ങളും PA മാധവൻ MLA സന്ദർശിച്ചു. ഒരിടവേള.
രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നത്? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, എബി ലോഞ്ച്, എബി കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. ഗാർഡൻ സെറ്റിംഗ്, ഗാർഡൻ സർവീസിംഗ്, ഇന്റർലോക്ക്, ടൈൽ സപ്ലയേഴ്സ്. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. നിങ്ങളുടെ വീട്ടുമുറ്റങ്ങൾക്ക് മനോഹാരിതയുടെ വർണ്ണശോഭ ഇനി എല്ലോന ഗാർഡനിലൂടെ. പച്ചപുതച്ച പുൽത്തകിടികളിൽ വർണ്ണ വസന്തം വിരിയിക്കുന്ന പൂക്കളാൽ സമ്പന്നമായ വീട്ടുമുറ്റം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുന്നു. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വ്യത്യസ്തവും നൂതനവും ആധുനിക രീതിയിലുള്ളതുമായ മോൾഡുകളിൽ തയ്യാറാക്കിയ ഈടുറ്റ ഇന്റർലോക്ക് ടൈൽസ്. വീടിന്റെ ഭംഗി ഇനി തൊടിയിലും വിടരട്ടെ. ഇന്ന് തന്നെ ബന്ധപ്പെടുക. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. എല്ലോന ഗാർഡൻസ്, തെക്കേമഠം ബിൽഡിംഗ്, തെക്കേമഠം റോഡ്, തൃശൂർ. ഫോൺ 9495041227. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. 0487227372. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. മനസ്സിനിണങ്ങിയ ഹൗസ് പ്ലോട്ടുകൾ ഇനി പെരുമയുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. തൃശൂർ തൃപ്രയാർ ആലപ്പാട് റോഡിൽ പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയ്ക്ക് സമീപം പ്രധാന റോഡിന് അഭിമുഖമായി 7 മുതൽ 10 സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മിഴിവിൽ കായ്ഫലം തരുന്ന കേരവൃക്ഷങ്ങളുടെ പച്ചപുതച്ച തണലിൽ ജലലഭ്യതയാൽ സമ്പന്നമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ സുവർണ അവസരം. കാത്തിരിപ്പില്ലാതെ കൈകളിൽ വന്നു ചേർന്ന വാസയോഗ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് ഇന്ന് തന്നെ വിളിക്കുക. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് രാവിലത്തെ പ്രഭാത സവാരി മുതൽ നീന്തൽ വരെയുള്ള വ്യായാമ മുറകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ. തൃശൂരിലേക്കും തൃപ്രയാറിലേക്കും കാഞ്ഞാണിയിലേക്കും ഹൗസ് പ്ലോട്ടിന് മുന്നിലൂടെ ഏത് സമയത്തും ബസ് സർവീസ്. 2 കിലോമീറ്ററിനുള്ളിൽ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രി, പഴുവിൽ പുത്തൻപീടിക മിഷ്യൻ ആശുപത്രികൾ. 1 കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, KICB, കൃഷി ഓഫീസ്, BSNL ഓഫീസ്. 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമുള്ളിൽ ഗവൺമെന്റ് സ്കൂളുകളും CBSE സ്കൂളുകളും. ഹിന്ദു സമൂഹത്തിന് ആരാധനയ്ക്കായി 1/2 കിലോമീറ്ററിനും 1 കിലോമീറ്ററിനുമിടയിൽ പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രവും ചാഴൂർ ഭഗവതി ക്ഷേത്രവും ആവണങ്ങാട്ട് കാനാടി മഠങ്ങളും കൂടാതെ പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രം. ക്രിസ്തീയ സമൂഹത്തിന് ആരാധനയ്ക്കായി 1 കിലോമീറ്ററിനും 2 കിലോമീറ്ററിനുമുള്ളിൽ പഴുവിൽ ചെമ്മാപ്പള്ളി പുത്തൻപീടിക പള്ളികൾ. മുസ്ലിം സഹോദരങ്ങൾക്കായി 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമിടയിൽ ചാഴൂർ, താന്യം, പെരിങ്ങോട്ടുകര ജുമാ മസ്ജിദുകൾ. നമ്മൾ തേടി നടന്നതും ആഗ്രഹിച്ചതുമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ഇനിയും കാത്തിരിക്കണോ? ഇന്നു തന്നെ വിളിക്കുക. സ്വപ്ന സൗധങ്ങൾ ഇനി ഈ പുണ്യഭൂമിയിൽ ഉയരട്ടെ. ബന്ധപ്പെടേണ്ട നമ്പർ 9447 670 466, 9447 745670, 9447 032716, 9446 724056. ഗ്രീൻ വാലി, ചാഴൂർ.
വാർത്തകൾ തുടരുന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ പുറത്തൂർ തിണ്ടാട് കോളനിയിലെ കുളത്തിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. വ്യാഴാഴ്ച രാത്രിയോടെയാണ് കോളനിവാസി ചുള്ളിപ്പറമ്പിൽ അമ്മിണി എന്ന സ്ത്രീയുടെ വീടിനോട് ചേർന്നുള്ള കുളത്തിൽ മാലിന്യം തള്ളിയത്. കുളത്തിലെ വെള്ളത്തിന് അസഹ്യഗന്ധവും നിറം മാറ്റവും പ്രകടമാണ്. കുളത്തിലെ മീനുകൾ ചത്തുപൊന്തിയതായും നാട്ടുകാർ പറയുന്നു. ശ്രദ്ധിച്ചതേ അപ്പോഴാണ് ഈ പാട കെട്ടിയിട്ട് മഞ്ഞ പാട കെട്ടിയിട്ട് നിൽക്കണ ഏറ്റത്ത് അങ്ങനെ ഇങ്ങനെ കക്കൂസ് എന്നുള്ളതിന്റെ മണം വന്നിരുന്ന മണ്ണെണ്ണ കുഴിച്ചിട്ട് അങ്ങനത്തെ മണം സ്മെല്ലേ കുളം ഞങ്ങളുടെ അപ്പുറത്തുണ്ട്. അത് അവരൊക്കെ കുളം അതല്ലേ. ആ വെള്ളം പരിശോധിച്ച് നോക്കി, ഞങ്ങൾ നോക്കി വെള്ളത്തിന്റെ നിറം ഇതിങ്ങനെ ഇതിപ്പോ നല്ല കറുപ്പാടുന്നു. ഇപ്പൊ നിറം വെച്ചു മഴ പെയ്തപ്പനല്ലേ. ഭയങ്കര മണമാടുന്നു. വന്നിരുന്ന പഞ്ചായത്തിൽ നിന്ന് വന്നു. ആരാ വന്നിരുന്ന? സുരേഷ്, പിന്നെ ഇവിടുത്തെ മെമ്പർ, പിന്നെ ബ്ലോക്ക് മെമ്പറൊക്കെ വന്നിരുന്നു. പുറത്തൂർ പ്രദേശത്ത് കക്കൂസ് മാലിന്യം തട്ടി എന്നതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആലപ്പാട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രിയേഷ് കർഷണൻ എന്നിവിടെ അന്വേഷണത്തിന് വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിടത്തോളം കക്കൂസ് മാലിന്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മീനുകൾ ധാരാളം ഇന്നലെ ചത്തുപൊങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കക്കൂസ് മാലിന്യത്തിൽ നിന്ന് കൂടുതലായി മീനുകൾ ചത്തുപൊങ്ങാനുള്ള സാധ്യത കുറവായതിനാൽ ഇതിൻ്റെ കൂടെ കെമിക്കലോ അത്തരത്തിലുള്ള മറ്റു മാലിന്യങ്ങൾ തട്ടിയിട്ടുണ്ടോ എന്നുള്ള സാധ്യതയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ സൂപ്പർവൈസേഴ്സിനും മറ്റ് അധികാരികൾക്കും ഞങ്ങൾ പരാതി നൽകുന്നുണ്ട്. പോലീസ് വിഭാഗത്തിന് നമ്മൾ പരാതി നൽകി ഇന്നലെ പോലീസ് അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടാതെ ഇതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ബ്ലീച്ചിങ് പൗഡർ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളിവിടെ വിതറിയിട്ടുണ്ട്. ഇവിടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് എല്ലാവർക്കും ഇത്തരം ഈ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിച്ചു. പോലീസും ആരോഗ്യ പ്രവർത്തകരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി കനകരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം യമുന ശ്രീവത്സൻ, ഒറ്റാലി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കാനകൾ വൃത്തിയാക്കുമ്പോൾ പുറന്തള്ളുന്ന ചെളിയും മണ്ണും കാരണം ജനങ്ങൾ ദുരിതത്തിൽ. വർഷക്കാലമായതോടുകൂടി റോഡിനോട് ചേർന്നുള്ള കാനകൾ മണ്ണും ചെളിയും മൂടി ശരിയായ നീരൊഴുക്കില്ലാതെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന നിലയ്ക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാനകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി മുന്നോട്ടു പോകുമ്പോൾ കാനകളിൽ നിന്ന് ലഭിക്കുന്ന ചെളിയും മണ്ണും റോഡിന്റെ അരികിൽ തന്നെ നിക്ഷേപിക്കുന്നത് വലിയ പരാതിക്കാണ് ഇട നൽകുന്നത്. നമ്മുടെ ഈ താന്യം പഞ്ചായത്തിന്റെ കിഴപ്പുളിക്കര പ്രദേശത്തെ ഈ കാന വെടുപ്പാക്കി കയറ്റിയിടുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന പോലെ കൊണ്ടുപോയിട്ട് വല്ല തടങ്ങളിലിടെ തയ്യപ്പിലിടെ എന്തെങ്കിലും ചെയ്താൽ അത് അവർക്കും ഒരു ഉപകാരമായി. ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോണ പിന്നെ ആൾക്കാർ അങ്ങോട്ട് നടക്കുമ്പോൾ യാത്രക്കാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഈ ചെളി ഞങ്ങൾ കയറ്റിയിട്ടതിന് കാര്യം ഉണ്ടാവണേ. ഇത് വീണ്ടും ഇവിടുന്ന് കോരിപ്പോയെങ്കിലേ ഈ പണി ചെയ്തതിന് ഇവിടെ ഒരു ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു മഴ പെയ്താൽ തിരിച്ച് ഈ കാനലിക്ക് തന്നെ വീഴും. ഇപ്പം ഞങ്ങൾ അത്രയും വൃത്തികെട്ട സാധനമാണ് കോരി വൃത്തിയാക്കി എല്ലാം വെടുപ്പാക്കിയിട്ടേക്കുന്നത്. 4 മഴ പെയ്താൽ വീണ്ടും ഇത് ഈ കാനലിക്ക് തന്നെ വരും. അപ്പം അതിനുള്ളൊരു സംവിധാനം കൂടി പഞ്ചായത്ത് ചെയ്താൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി. ഞങ്ങൾ ഈ പണി ചെയ്യുന്നതിനൊരു നേട്ടമായി. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് കയറ്റിയിട്ട മണ്ണ് റോഡിലേക്ക് ഒഴുകി യാത്രികർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ കോരിയിടുന്ന മണ്ണ് മാറ്റിയില്ലെങ്കിൽ ശക്തമായ മഴയിൽ വീണ്ടും കാനയിലേക്ക് തന്നെ ഒലിച്ചിറങ്ങാനും കാരണമാകുന്നുണ്ട്. ഇത്തരം നടപടികൾ വീണ്ടും വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഇതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാനകൾ വൃത്തിയാക്കുന്ന മണ്ണും ചെളിയും റോഡരികിൽ നിന്ന് അടിയന്തരമായി മാറ്റിയിടുവാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആവശ്യം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ അനുവദിക്കുന്നതിനെതിരെയും SSC അഴിമതികൾക്കെതിരെയും KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാർച്ച് നടത്തി. വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KSTA ജില്ലാ സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകളിലെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ എത്തിയിട്ടില്ല. 1, 2 ക്ലാസ്സുകളിലെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കുകൾ എത്തുന്നില്ല. 7ാം ക്ലാസ്സിലെ കണക്കില്ല, 8ാം ക്ലാസ്സിലെ കണക്കും സയൻസും ഇല്ല. എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക?
പുസ്തകങ്ങൾ ലഭിക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് പുസ്തകം ലഭിക്കേണ്ടതുണ്ട്. അടിച്ചു കഴിഞ്ഞു എന്നാണ് പറയുക. ഇപ്പൊ ഞങ്ങള് 2ാം മൂല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1ാം മൂലയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു MLA KM ഷാജിയാണ് തോന്നുന്നു. ഷാജി നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ സാധിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുമോദനങ്ങൾ. പക്ഷെ എന്താണ് റിയാലിറ്റി? വാസ്തവം എന്താണ്? നിരവധി ടെക്സ്റ്റ് ബുക്കുകൾ, നല്ല സംഖ്യ ടെക്സ്റ്റ് ബുക്കുകൾ സ്കൂളിൽ എത്തിക്കുന്നില്ല. അതിന് ഇടപെടേണ്ട ഒരു ബോഡി എന്നുള്ള നിലയിൽ ഇപ്പൊ SSA അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരിക്കുക. ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഉത്തരവാദിത്വം തീർന്നല്ലോ. ഉപജില്ലാ പ്രസിഡന്റ് MD സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T ബിനോയ്, TR ശശികല, അബിത, മോഹനൻ എന്നിവർ സംസാരിച്ചു. മണിപ്പാലിൽ മലയാളി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജവഹർ ബാലഭവൻ വേദി നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം നടപ്പിൽ വരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബാലഭവൻ വേദി നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷനായി. ജില്ലാ കോർഡിനേറ്റർ ആൻഡോ തുറയൻ, മണ്ഡലം ചെയർമാൻമാരായ പ്രസാദ് കുമാർ, സബീർ തളിക്കുളം, ശബരി പാലപ്പെട്ടി, ഷജിൽ പുളിഞ്ചോട്, CM ജോബി എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ വാർഷിക പൊതുയോഗവും MLA സംഭാവന ചെയ്ത കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. HHS ഹാളിൽ നടന്ന പരിപാടി കയ്പമംഗലം MLA VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറൻ മേഖലയിൽ ഞാനിപ്പോ കളക്ടർ മീറ്റിംഗിൽ പോകാത്തെടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കുന്നത്. പടിഞ്ഞാറൻ മേഖല മുഴുവൻ കടൽ കയറി 100 കണക്കിന് വീടുകളാണ് നമ്മുടെ തീരവാസികളായിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കടലേറ്റം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ആളുകൾ പറയുന്നത്. നിരവധി കുടുംബങ്ങൾ ഇന്നലെ 4-5 ക്യാമ്പുകളിൽ ഞാൻ സന്ദർശിച്ചു. 100-300 വീട്ടുകാരെ സ്കൂളുകളിൽ താമസിക്കുകയാണ്. ആ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്കുള്ള ഭക്ഷണമൊക്കെ അവർ വെച്ച് നിലനിർത്തിക്ക് ഞാൻ അവരുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്. നമ്മുടെ സൈന്യം 35,000 പേരെയാണ് രക്ഷിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് നടന്നതെന്നാണ് പറയുന്നത്. അത്രയധികം ആളുകളെ വടക്കേ ഇന്ത്യയിലെ ഹിമാലയത്തിന്റെ താഴ്വരയിലൊക്കെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സൈന്യം 10,000-കണക്കിന് സൈനികന്മാർ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് 35,000 ആളുകളെ രക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. ആ സൈന്യത്തിന് നമ്മുടെ ഒരു അഭിവാദ്യം കൂടി ഞാൻ സന്ദർഭത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ PTA പ്രസിഡന്റ് വിൽസൺ അറക്കൽ അധ്യക്ഷനായ യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം പ്രിൻസിപ്പൽ C മേരി ലിൻസ് നിർവഹിച്ചു. പറവൂർ ലക്ഷ്മി കോളേജ് പ്രിൻസിപ്പൽ ജോസ് മുഴുവഞ്ചേരി രക്ഷകർത്താക്കൾക്കുള്ള സെമിനാർ അവതരിപ്പിച്ചു. PTA സെക്രട്ടറി C സൗമ്യ പ്രവർത്തക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക C മീര സ്വാഗതവും മാതൃസംഗമം പ്രസിഡന്റ് അംബുജം രാജ് നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ നാലുംകൂടിയ സെന്ററിന് വടക്കുവശം പെരിങ്ങോട്ടുകര. 2013 ഏപ്രിൽ 9 മുതൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് വടക്കുഭാഗത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് ഞങ്ങൾ നിറം ചാർത്തുന്നു. പ്രമുഖ പെയിന്റ് നിർമ്മാണ കമ്പനികളായ ഏഷ്യൻ പെയിന്റ്സ്, നെരോലാക്, ഡ്യൂലാക്സ്, ഷാലിമാർ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി നൽകുന്നു. കൂടാതെ ബ്രഷ്, പോളിഷ്, വൈറ്റ് സിമെന്റ് തുടങ്ങിയ പെയിന്റിംഗ് സാധന സാമഗ്രികളുടെ വിപുലമായ ശേഖരവും സന്ദർശിക്കുക. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ നാലുംകൂടിയ സെന്ററിന് വടക്കുവശം പെരിങ്ങോട്ടുകര. മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട കമ്പനികളുടെ അതിവിപുല ശേഖരങ്ങളുമായി ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന മഴവിൽ വർണ്ണങ്ങളുടെ നിറക്കൂട്ടുകളുമായി സന്ദർശിക്കുക. 2013 ഏപ്രിൽ 9 മുതൽ ഓഗസ്റ്റ് 15 വരെ ഓരോ 500 രൂപ മുകളിലുള്ള കൂപ്പണുകൾ നറുക്കെടുത്ത്
അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വിജയ്ക്ക് കളർ TV സമ്മാനമായി നൽകുന്നു. നീലങ്കാവിൽ ഏജൻസീസ്, പെയിൻ പ്ലാസ, 4 കൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ പെരിങ്ങോട്ടുകരയിലെ പ്രമുഖ പെയിന്റിംഗ് വിൽപ്പന കേന്ദ്രം. ഫോൺ 0487267688. മൊബൈൽ 9496085433. അറിവിന്റെ വിസ്മയവുമായി ശ്രേയസ് പുതിയ അധ്യയന വർഷത്തിലേക്ക്. വിദ്യാധനത്തിന്റെ വിശ്വാസ്യത, ആത്മാർത്ഥമായ അധ്യാപനത്തിലൂടെ റെഗുലർ ട്യൂഷൻ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നു. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ബാച്ചുകൾ ചേർപ്പ് തൃപ്രയാർ ബ്രാഞ്ചുകളിൽ ഏപ്രിൽ 1 മുതൽ. +1, +2 സയൻസ് കോമേഴ്സ് ബാച്ചുകൾ. PSC ബാച്ചസ് ഫോർ LDC HSA സെറ്റ് 2013. മാസം തോറും മാതൃകാ പരീക്ഷകൾ, മോട്ടിവേഷൻ സെമിനാറുകൾ, സുദൃഢമായ അധ്യാപക രക്ഷാകർതൃബന്ധം. കൂടാതെ ശ്രേയസിന്റെ അധ്യാപക ഗവേഷണ വിഭാഗം മെനഞ്ഞെടുക്കുന്ന നൂതന ബോധന തന്ത്രങ്ങൾ. ഇത്തരം കഠിന പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടിക്കും വിജയിക്കാതിരിക്കാനാവില്ല. ശ്രേയസ് അക്കാദമി, റിലീഫ് കോംപ്ലക്സ്, പൂച്ചനിപ്പാടം റോഡ്, പെരുമ്പിളിശ്ശേരി. ബ്രാഞ്ചസ് നിർമാല്യം ബിൽഡിംഗ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം, ചേർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഫോൺ 0487-321-2126. മൊബൈൽ 9946209711. മെഡിക്കൽ ക്യാമ്പ് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കതീഷുമ, വണ്ടിയിൽ സ്ഥലമുണ്ട്, വേണേ കയറിക്കോളി. ക്യാമ്പിൽ ഇന്ന് മരുന്ന് ഫ്രീ ആണെന്ന്. കേടമായിൻകുട്ടി, ഈ കണ്ട പ്രായത്തിനിടയില് നമ്മള് കൊറേ ക്യാമ്പ് സർക്കസ് ഒക്കെ കണ്ടിട്ടുള്ളതാ. നീ KC മോഹനം വൈദ്യരുടെ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാലേ ഈ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരു പ്രാവശ്യം പോയാ പിന്നെ ഈ ക്യാമ്പും വേണ്ട, ഓസിന് മരുന്നും വേണ്ട. അതേന്നേ, നമ്മുടെ കിഴക്കേലെ രാഘവൻ ഒരു വശം തളർന്ന് കിടന്ന് കിടപ്പായി പോയില്ലേ? വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലെ മരുന്ന് കഴിച്ച പിന്നെ ഓന്തേ വീണ്ടും നടക്കാൻ തുടങ്ങി. ഉളുക്കുവെട്ട്, അപ്പം വെക്കൽ, കിഴിവെക്കൽ, അങ്ങനെ ഒരുപാട് പാരമ്പര്യ ചികിത്സാ രീതികൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. KC മോഹനൻ വൈദ്യർ, വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രം, പോളി ജംഗ്ഷൻ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ, വലപ്പാട് PO, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കാട്ടൂർ ബാങ്ക് ടവർ ആൻഡ് ട്രേഡ് സെന്ററിൽ നടന്ന അനുമോദന യോഗം ബാങ്ക് പ്രസിഡന്റ് വർഗീസ് പുത്തനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. അനുമോദന യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ വളരെയധികം സ്കൂളുകൾ ഉണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്ത് സാധാരണ ഇങ്ങനെ A+ കിട്ടുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ നിന്ന് ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുടയിലും അതുപോലെ എഴുത്തുപുരി ഗവൺമെൻറ്റിലും ഒക്കെ കുട്ടികൾ പഠിച്ചിരുന്നു. ഇപ്പോൾ കാലമെല്ലാം മാറി നമ്മുടെ വിമല സെൻട്രൽ സ്കൂൾ പാണിശ്ശേരിയും, അൽബാബ് സ്കൂൾ കാട്ടൂരിലും, അതുപോലെ വെള്ളാനി ഡൊമിനിക് സ്കൂൾ. വാർഡ് മെമ്പർ ബീന രഘു, വിമല സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ കണ്ണമ്പിള്ളി, എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മീര എന്നിവർ പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് EB അബ്ദുൾ സത്താർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി TV വിജയകുമാർ നന്ദിയും പറഞ്ഞു. വാടനപ്പള്ളി പ്രൈം ആർട്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും സ്വീകരണവും നൽകി. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണം പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബുദ്ധി ഒരു ജീവിതത്തിലെ വലിയ ഒരു കാര്യം ആണെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുകയും കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ കണ്ടു പറഞ്ഞ ഒരു പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ ഒരു പെൺകുട്ടിയോട് അതിന്റെ കൂട്ടുകാരിയോട് പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞു കഴിഞ്ഞാല്, ഇത്രയും തിന്നാൽ നീ ഗുണ്ട് പോലെ ആവും എന്ന് പറയും.
അപ്പൊ ആ കുട്ടി എന്താ പറഞ്ഞത്, ഐ ഡോണ്ട് കെയർ എന്നാണ് പറയുക അല്ലെ, അത് പ്രശ്നമില്ലാന്ന് പറയാം. അപ്പോ രണ്ടാമത് പറയണത് എന്താണ്, നീ പ്രാവശ്യം പരീക്ഷയിലോ ഒന്നാമതെത്തും എന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോഴാ കുട്ടി ഐ ഡോണ്ട് കെയർ എന്ന് പറയും. മൂന്നാമതാണ് ഒരു വലിയ സങ്കടം പറയുന്നത്, എന്ത് പറ്റി ഇതിന്റെ സ്കിന്നിന് ചോദിക്കും. അങ്ങനെ പറയുമ്പോഴേക്കും കുട്ടി ആകെ അതിന്റെ പരിസരത്തിന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര സംഗീതം, പൊട്ടി തകർന്ന സംഗീതം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ കവി സത്യൻ വഴിനടക്കൽ സമ്മാന വിതരണം നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുബൈദ മുഹമ്മദ്, ലീന രാമനാഥൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ എക്സലന്റ് മീറ്റ് സംഘടിപ്പിച്ചു. പി രാജീവ് MP മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയും അറിവിന്റെ, സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും വെളിച്ചം പകർന്നു നൽകുകയും ചെയ്ത പ്രസംഗമായിരുന്നു കാരിക്കശ്ശേരി പിതാവ് ഇവിടെ നടത്തിയത്. അദ്ദേഹം സ്വയം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ വൈയക്തിക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു കുട്ടി വളർന്നു വരാൻ കഴിയും, അത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. മറ്റിടത്ത് വേണം വളരേണ്ടതും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, യുവജന പ്രവർത്തന മേഖലയിലൂടെ ലോകത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതിനു മുൻപ് പൂർവമായ നിർബന്ധം ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കോളേജ് വാടി സഹപാഠി കൂടിയായ എന്റെ അധ്യാപകൻ കൂടിയായ സെബാസ്റ്റ്യൻ സാർ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അധ്യക്ഷനായി. വിവിധ ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ തോമസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ടോം രാജേഷ്, IM ആന്റണി, ഫാദർ നിക്സൺ കാക്കശ്ശേരി എന്നിവരും സംസാരിച്ചു. പഠനത്തോടൊപ്പം കൈത്തൊഴിലുകളുമായി കൊടുങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട്. സ്കൂളിലെ കോമേഴ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് കുട, ചവിട്ടി, വിവിധതരം വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിച്ചത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കോമേഴ്സ്, നമ്മുടെ സ്കൂളിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ കൂടി ചേർന്നുകൊണ്ട് കേരളത്തിലെ മറ്റെല്ലാ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കോമേഴ്സ് വിഭാഗത്തിന് മാതൃകയായി മാറിയിരിക്കുകയാണ് എന്ന കാര്യം സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ സർക്കിൾ സെക്രട്ടറി സുരേന്ദ്രൻ എനിക്കും ഒരു ചെറിയ ആതുരത്തെ സന്തോഷം കൂടിയുണ്ടെന്ന് പറയാം. കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമേഴ്സ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകം പറയാനായിരുന്നു. ഞാനും CA സുരേന്ദ്രനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും മടിയന്മാരുടെയും ഉണപ്പന്മാരുടെയും ഗ്രൂപ്പായിരുന്നു കോമേഴ്സ് ഗ്രൂപ്പ്. ഇന്നത് മാറി, ഇന്ന് ഏറ്റവും നല്ല മിടുക്കികളുടെയും മിടുക്കന്മാരുടെയും ഗ്രൂപ്പാണ് കോമേഴ്സ് ഗ്രൂപ്പ്. ഞാനായിരുന്നു അതിലെ ഏറ്റവും നല്ല മടിയനും ഉണപ്പനുമായ ആൾ. CA സുരേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PSC പരീക്ഷ എഴുതി ഈ മിടുക്കനായ പോലീസ് ഓഫീസറായി മാറുകയുണ്ടായി. ടൗൺ സഹകരണ ബാങ്ക് ഡയറക്ടർ C രാമൻകുട്ടി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പൂർവ്വ അധ്യാപകരായ ഇബ്രാഹിം മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ്, B സുന്ദരേശൻ മാസ്റ്റർ, ജാസ്മി, PK ജമീല തുടങ്ങിയവർ സംസാരിച്ചു. TN പ്രതാപൻ MLA പെറ്റ് ഗ്രൂപ്പിലേക്ക് പുതിയൊരംഗം കൂടി. MLA വീട്ടിലെ മുത്തു എന്ന വെച്ചൂർ പശു പ്രസവിച്ച പശുക്കിടാവാണ് പുതിയ അംഗം. 2011 മണ്ണുത്തി വെച്ചൂർ പശു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അന്നത്തെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി C ദിവാകരന്റെ പ്രത്യേക അനുമതി പ്രകാരം 5600 രൂപ കൊടുത്താണ് മുത്തുവിനെ സ്വന്തമാക്കിയത്. കൃത്രിമ ഭക്ഷണങ്ങൾ നൽകാതെ വൈക്കോൽ, തീറ്റപ്പുൽ എന്നിവ നൽകിയാണ് മുത്തുവിനെ വളർത്തിയതെന്ന് MLAയും ഭാര്യ രമാ പ്രതാപനും പറയുന്നു. ഒറിജിനൽ വെച്ചൂർ പശുവിന്റെ ബീജം കൊണ്ടുവന്നാണ് കുത്തിവെപ്പ് നടത്തിയത്. വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ സുരേഷ്, ND സെബി എന്നിവർ പശുവിന്റെ പ്രസവാനന്തര ശുശ്രൂഷ നടത്തി. ലക്ഷ്മി എന്നാണ് പുതിയ പശുക്കിടാവിന് പേരിട്ടിരിക്കുന്നത്. പ്രത്യേക പക്ഷി ഇനമായ ഫെസന്റുകൾ, പഞ്ചാബ് ചെമരിയാട്,
കോക്ടെയിൽ, ലവ് ബേർഡ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ തത്തയായ മെക്കാവോ എന്നിവയാണ് MLAയുടെ വീട്ടുവളപ്പിൽ വളർത്തുന്ന മറ്റംഗങ്ങൾ. ഇനി ചരമവാർത്തകൾ. എടമുട്ടം തണ്ടയാമ്പറമ്പിൽ പ്രൊഫസർ TK ബാലകൃഷ്ണൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പനമ്പിള്ളി കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാളാണ്. സംസ്കാരം നടത്തി. ഭാര്യ ലളിത. മക്കൾ മോഹൻ IAS, ഹരി, മായ. മരുമക്കൾ ഷൈമ, അനിത, സുനിൽ.